ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം രാവിലെ 5 മണിയാവാറായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയും കൂടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ രാവിലെ വിളക്ക് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂബർ ഓൺലൈനാക്കാൻ പോവുകയാണ്. ഇന്നിപ്പോൾ യൂബർ ഓൺലൈനാക്കുന്നുണ്ട്, അതേപോലെ തന്നെ റാപ്പിഡോയും ഓൺലൈനാക്കുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടിക്കകത്ത് കുറച്ച് സാധനങ്ങൾ വെക്കാനുണ്ട്. അപ്പോൾ വണ്ടി നോക്കുകയാണെങ്കിൽ ഇതേ പാർക്കിംഗ് സ്പേസിൽ വണ്ടികളൊക്കെ ആയിട്ടുണ്ട്. അവധിക്ക് പോയവരൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2 വണ്ടി കൂടി വേറെ വരാനുണ്ട്. അപ്പോൾ നമ്മൾ ട്രിപ്പിന് മുമ്പായിട്ടൊന്ന് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ വെച്ചേക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്ന് ഇതായിക്കോട്ടെ എന്ന് കരുതി, മീൻസ് കുറച്ച് പവർ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ ഇനി ട്രിപ്പ് നമുക്ക് ആദ്യത്തെ കിട്ടിയിരിക്കുന്നത് റാപ്പിഡോയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അത് കസ്റ്റമർക്ക് നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 2 മിനിറ്റിനുള്ളിൽ എത്താം എന്ന് കസ്റ്റമർ റിപ്ലൈയും തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. റാപ്പിഡോയിലെ ട്രിപ്പ് നമുക്ക് എൻഡിങ് ആയത് വൈറ്റില ഹബ്ബിലാണ്. ആദ്യം കസ്റ്റമർ പത്തടിപ്പാലത്താണ് ഡ്രോപ്പ് ലൊക്കേഷൻ കൊടുത്തതെങ്കിലും അത് വൈറ്റില ഹബ്ബിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയായിരുന്നു. അതിന് കിട്ടിയ എമൗണ്ട് 284 രൂപ. വൈറ്റിലയിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കാക്കനാട് ഡ്രോപ്പ് കിട്ടിയായിരുന്നു. അതിനുശേഷം കാക്കനാട്ടിൽ നിന്ന് നമുക്ക് എറണാകുളത്തേക്ക് ഒരു ട്രിപ്പും കൂടെ കിട്ടിയായിരുന്നു. ഇപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് സ്റ്റേഡിയം ഹാളിനടുത്തുള്ള റോഡിലാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ട്രിപ്പിനായിട്ട് വെയിറ്റിംഗ് ആണ്. അത്യാവശ്യം നല്ലപോലെ ഡിലേ ആവുന്നുണ്ട്. സ്റ്റേഡിയം ഹാൾ ഭാഗത്ത് ഏകദേശം 1 മണിക്കൂറോളം വെയിറ്റിങ്ങിൽ കിടന്നതിന് ശേഷമാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇൻഫോ പാർക്കിലേക്ക് ഒരു ട്രിപ്പ് റഡാറായിട്ട് കയറി വന്നത്. ഭാഗ്യത്തിന് കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോൾ ഇൻഫോ പാർക്ക് ഡ്രോപ്പ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നീറ്റ ജലാറ്റിൻ കമ്പനിക്കടുത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തണലുള്ളത് കൊണ്ടാണ് ഇവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. എന്നാൽ ആവശ്യത്തിൽ കൂടുതൽ ട്രിപ്പ് അടിക്കാൻ ഡിലേ ആവുന്നുമുണ്ട്. അങ്ങനെ 1 മണിക്കൂർ ഇൻഫോ പാർക്കിൽ വെയിറ്റ് ചെയ്തതിന് ശേഷം ട്രിപ്പ് വളരെ കുറവായത് കൊണ്ട് തന്നെ വീട്ടിലേക്കുള്ള ഡെസ്റ്റിനേഷൻ നമ്മൾ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ഡെസ്റ്റിനേഷൻ ഇട്ടപ്പോൾ നമുക്ക് എടപ്പള്ളിയിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചു. ഇനി ഇവിടെ നിന്നും പതിയെ റൂമിലേക്ക് മൂവ് ചെയ്യുകയാണ്. പോകുന്ന വഴിയിൽ വല്ല ട്രിപ്പ് അടിച്ചാൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എടപ്പള്ളിയിൽ നിന്നും യാതൊരു വിധത്തിലുള്ള ട്രിപ്പും അടിച്ചില്ല. അത് ലുലുമാളുടെ മുമ്പിൽ കൂടെയാണ് പോകുന്നത്. എന്നിട്ട് പോലും ഒരു ചെറിയൊരു റഡാറിന് പോലും ഒരു ട്രിപ്പ് കിട്ടിയില്ല എന്നുള്ളതാണ് വിഷമം. ഇപ്പം നമ്മൾ കളമശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം എന്തെന്നാൽ നമ്മളിപ്പോൾ ഓഫ്ലൈൻ ആക്കിയായിരുന്നു. അപ്പോൾ ഓഫ്ലൈൻ ആക്കിയത് കൊണ്ട് തന്നെ ഇനി ഡെസ്റ്റിനേഷൻ അപ്രൂവൽ കിട്ടുന്നതല്ല. ഓൾറെഡി 2 പ്രാവശ്യം ഡെസ്റ്റിനേഷൻ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ട്രിപ്പിന് ഇറങ്ങിയാൽ ഇതായിരിക്കും അവസ്ഥ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഞാനിവിടെ നിർത്തുകയാണ്.